സംതൃപ്തിയിലേക്ക് സ്വാഗതം. പോഷകങ്ങളുടെ കലവറയായ മുരിങ്ങയില കൊണ്ടുള്ള ഒരു വിഭവമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ചക്കക്കുരുവും മുരിങ്ങയിലയും കൊണ്ടുള്ള ഒരു തോരനാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോ കാണാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ചെറുതായി അരിഞ്ഞ് എടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ആദ്യം ചക്കക്കുരു മാത്രമായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരുവിന് നല്ല വേവുള്ളതുകൊണ്ട് ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 വിസിലാവുമ്പോഴേക്കും ചക്കക്കുരു നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക്, കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയും ചക്കക്കുരു വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി തെളിച്ചു കൊടുക്കണേ ഇതിലേക്ക്. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 സ്പൂൺ വെള്ളം ഒഴിച്ചാലും മതിയാവും. പത്ത് മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. താങ്ക് യു.